കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട ഷഹബാസിന് കണ്ണീർ വിട. മൃതദേഹം കെടവൂർ ജുമാ മസ്ജിദിൽ സംസ്കരിച്ചു. തലയോട്ടി തകർന്ന് തലച്ചോറിഞ്ഞേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നെഞ്ചക്ക് കൊണ്ട് തലയ്ക്കടിച്ചാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിനെ കൊന്നത്. 5 വിദ്യാർത്ഥികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. കൂട്ടുകാർക്ക് താങ്ങാനായില്ല. ഷഹബാസിന്റെ മൃതദേഹം ചുങ്കത്തെത്തിച്ചപ്പോൾ ചങ്ങാതിമാർ നെഞ്ചുപൊട്ടി നിലവിളിച്ചു. കണ്ണീരണിഞ്ഞ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി മൃതദേഹം കെടവൂർ ജുമാ മസ്ജിദിൽ ഖബറടക്കി. മോഡൽ പരീക്ഷയിൽ മികച്ച മാർക്ക് വാങ്ങി SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത ഷഹബാസിന്റെ വിയോഗം നാടിന് ഉൾക്കൊള്ളാനായിട്ടില്ല. വാടക വീട്ടിൽ നിന്ന് പണി പൂർത്തിയാക്കി സ്വന്തം വീട്ടിലേക്ക് താമസം മാറാനുള്ള ആഗ്രഹം ബാക്കി വെച്ചാണ് ഷഹബാസിന്റെ മടക്കം. Salimos para la carretera, la gente a mí me pregunta y yo le digo que yo estoy en Mariana. ഇവിടെയായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. താമരശ്ശേരിയിലെ സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പാർട്ടി. DJ പാർട്ടിക്ക് സമാനമാണ് ആഘോഷം. ഫെയർവെൽ പാർട്ടിയിൽ പങ്കെടുത്തത് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെയും MJ സ്കൂളിലെയും വിദ്യാർത്ഥികൾ. MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കപ്പിൾ ഡാൻസിനിടെ പെട്ടെന്ന് പാട്ട് നിലച്ചു. താമരശ്ശേരി സ്കൂളിലെ കുട്ടികൾ കൂവി. MJയിലെ പെൺകുട്ടികൾ ഇത് ചോദ്യം ചെയ്തതോടെ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമായി. ഇതിന് പിന്നാലെ കുട്ടികൾ അടിക്കും തിരിച്ചടിക്കുമായി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അങ്ങനെ ട്യൂഷൻ സെന്ററിന് സമീപം സംഘടിച്ചു. അവിടെ വെച്ചുള്ള കൂട്ടത്തലിനിടയിലാണ് ഷഹബാസിന് പരിക്കേറ്റത്. നെഞ്ചക്ക് ഉപയോഗിച്ച് തലക്കടിച്ചപ്പോൾ തലച്ചോറിന് ഗുരുതരമായ ക്ഷതമുണ്ടായി. എന്നാൽ ഇതൊന്നും യാദൃശ്ചികം ആയിരുന്നില്ല. മർദ്ദിച്ചത് കൊല്ലാൻ ഉറപ്പിച്ചു തന്നെയായിരുന്നു. അതിന് തെളിവാണ് വാട്സാപ്പിലെ കൊലവിളിച്ചാറ്റുകൾ. പിന്നെ ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞു. ഷഹബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തല് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. അവിടെ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് അതിന് ഇവരൊന്നും ഇല്ല വെച്ചാൽ ആഫീനല്ല വെച്ചത് 2 ദിവസം കേട്ട. ഷഹബാസിനെ നിർദ്ദയം തലയ്ക്ക് തല്ലിയത് 5 പേരുടെ സംഘമാണ്. കണ്ണിന് 4 കുത്തുകുത്തിയപ്പോൾ ഷഹബാസ് ഇല്ലാതായി എന്നാണ് ഒരാളുടെ ക്രൗര്യം നിറഞ്ഞ വീരവാദം. ഞാൻ മര്യാദയ്ക്ക് തച്ചിട്ടല്ലോ. ഞാൻ അങ്ങനെ പിടിച്ച് 4 കുത്തായിട്ട് എടുത്ത് കണ്ണിന് തന്നെ. ഇത് മാത്രമാണ് ചെയ്തില്ല. അതിൽ തന്നെ ഓനൊന്നായി ഇല്ലാണ്ടായി പോയി. ഫസ്റ്റത്തെ 2 കുത്തലിൽ തന്നെ ഓനൊന്നായിട്ട് അരിഞ്ഞു വയ്ക്കില്ലാണ്ട്. പരിക്കേറ്റ ഷഹബാസിനെ ഉടൻ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നില ഗുരുതരമായപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കൊച്ചിൻ്റെ ശരീരത്തിൽ എവിടെയും പുറത്ത് കാണത്തക്ക ഒരു പരുക്കുമില്ല. അതാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഇത്രയും ക്രൂരമായിട്ട് എങ്ങനെ ഇത് ചെയ്യാൻ കഴിയണമെന്നുള്ളതാണ്. എന്തുണ്ട് സംഭവം? നമ്മൾ നാട് ഉണരേണ്ടിയിരിക്കുന്നു. പരിക്കേറ്റ ഷഹബാസിനെ ഉടൻ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നില ഗുരുതരമായപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന ഷഹബാസിന്റെ ജീവൻ ഇന്ന് അർദ്ധരാത്രി 12:30 പൊലിഞ്ഞു. തലയോട്ടി തകർന്ന് തലച്ചോറിന് ക്ഷതമേറ്റാണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രഹരശേഷിയുള്ള ആയുധം കൊണ്ടുള്ള അടിയിൽ വലതു ചെവിയുടെ മുകളിലാണ് തലയോട്ടി പൊട്ടിയത്. ആന്തരിക രക്തസ്രാവം ഉണ്ടായെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. മുക്കം പാലോറക്കുന്ന് ഇക്ബാലിന്റെ 4 മക്കളിൽ മൂത്ത മകനാണ് ഷഹബാസ്. ഇക്ബാൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തി പെയിന്റിംഗ് ജോലികൾ ചെയ്യുകയായിരുന്നു. രണ്ടാളും ആദ്യം ഒരു ഇതുണ്ടായി, തല്ലൊക്കെ 2 ആഴ്ചയായി ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് തല്ലും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുന്നു. കണ്ണിനിട്ട് ഇടിച്ച് നല്ലതാണോ? പിന്നെ നെഞ്ചക്കൊണ്ടൊക്കെ തലക്കിൻ്റെ അവിടെ ഇട്ടിട്ട് ചെല്ലൊക്കെ പൊട്ടിയിട്ടാണ് പ്രശ്നമായത്. തലച്ചോർച്ച രക്തകട്ട പിടിച്ചിട്ട് അങ്ങനെയാണ് സംഘം കേട്ട് ഇങ്ങനൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് ആലോചിക്കുന്നത്. ഒന്നല്ലേലും പല അറിയുന്നവരല്ലേ. തല്ലിന് തലേന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു തല്ലുണ്ട്, അവൾക്ക് എന്തായാലും കിട്ടും ഒക്കെ പറഞ്ഞു. പക്ഷേ ഓലെ ഏട്ടന്മാരൊക്കെ വരുന്ന പറഞ്ഞു തച്ചോലെ. നാടിനെ നടുക്കുന്ന നിഷ്ഠൂര സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാകും അന്വേഷിക്കുക. നമ്മുടെ കുട്ടികളാണ്. കുട്ടികൾ തമ്മിൽ സംഘർഷം ഉണ്ടായത് സാധാരണഗതിയിൽ ഇപ്പോൾ ഉള്ള ഒരു ഐഡിയ അല്ല. ഇത് ആയുധങ്ങൾ അല്ലെങ്കിൽ ഒരുങ്ങിക്കൂട്ടിയുള്ള ഒരു രീതിയിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അക്കാര്യത്തിലൊക്കെ തന്നെ ഗൗരവമായ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന്
ഞങ്ങളേതായ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള അന്വേഷണം നടക്കും. ഏറെ ദുഃഖകരമായ മരണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം തുടങ്ങി. താമരശ്ശേരി പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ അവിടെ സന്ദർശിക്കുന്നുണ്ട്. അവിടുത്തെ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും അവിടെ ഹാജരാവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ സന്ദർശിച്ചതിന് ശേഷം ബാക്കി തുടർ നടപടികളിലേക്ക് പോകും. കേസിൽ പ്രതികളായ 5 വിദ്യാർത്ഥികൾക്കെതിരെയും കൊലക്കുറ്റം ചുമത്തി. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് കുട്ടികളുടെ ജാമ്യാപേക്ഷ തള്ളി. ഇവരെ വെള്ളിമാടുകുന്ന് ജുവനൈൽ കെയർ ഹോമിലേക്ക് മാറ്റി. എന്നാൽ 5 കുട്ടികളെയും SSLC പരീക്ഷ എഴുതാൻ അനുവദിക്കാനാണ് തീരുമാനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.